അപ്പൊ ഇന്നിപ്പോ നമുക്ക് തനി നാടൻ വിഭവങ്ങളാണ് നമ്മൾ ഉച്ചയൂണ് ഉണ്ടാക്കുന്നത്. വളരെ സ്പെഷ്യലായിട്ട് നമ്മളെ വാഴക്കൂമ്പ് തോരൻ, ചെറുപയറൊക്കെ ചേർത്ത് തേങ്ങയൊക്കെ ചതച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു തോരൻ, തനി നാടൻ. പിന്നെ പപ്പായ, ചേമ്പ് ഒക്കെ കൂടി മുളകിട്ട് കറി. പിന്നെ നമുക്ക് തേങ്ങാ ചമ്മന്തി. അപ്പൊ നല്ല രസമുള്ള 3 വിഭവങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നിതാ എടുക്കാനുള്ള വാഴക്കൂമ്പ്, ഇത് പിന്നെ കറിക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ ഞങ്ങൾക്ക് നമ്മളെ പപ്പായ കറി ഉണ്ടാക്കിയൊക്കെയാണ്. പിന്നെ എളുപ്പമുള്ള കാര്യമാണ്, നമ്മൾ തേങ്ങ അരച്ചിട്ടല്ല. പിന്നെ അതിന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നമ്മുടെ വാഴക്കൂമ്പിൻ്റെ അത് തോരണ്ടാക്കാൻ. അതിന് കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ എല്ലാം നമുക്ക് പിന്നെ കറിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണ്. ഇത് ചതയ്ക്കാനുള്ളതാണ്, അതൊക്കെ അവിടെ ഉണ്ട്, റെഡിയാക്കി വെച്ചതാണ് ആദ്യം തന്നെ. എല്ലാം ഒരുക്കി വെച്ചാൽ ഇത് പിന്നെ കുറച്ചൊരു പണിയുണ്ട്. ഇത് ഒക്കെ ഒന്ന് എടുത്ത് അരിയലും കാര്യങ്ങളും അതിൻ്റെ ഒക്കെ നമുക്ക് പൊളിച്ചെടുക്കാം. ഒരു പാകം വലുപ്പത്തിനുള്ളത് പൂ നല്ല എടുക്കട്ടോ, നല്ല പൂ എടുത്തരിയും. നല്ലൊരു നാടൻ തോരൻ വെക്കാൻ പറ്റിയതാണിത്. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട് ഞങ്ങൾ. ആദ്യമൊക്കെ നല്ല ഉണ്ടാക്കിയിരുന്നു, പിന്നെ അങ്ങനെ അധികം ഇതങ്ങനെ കിട്ടാനുമില്ല. അപ്പം അതുകൊണ്ടാണ്. നമുക്ക് ഇതാ ഒക്കെ പൊളിച്ചെടുത്തത്. ഇതിൻ്റെ ആ ഒരു പൂവ് അതൊന്ന് അരിഞ്ഞെടുക്കുക ആദ്യം. ഒക്കെ ഒന്ന് കഴുകിയതാണ്. ഇതും കൂടി എല്ലാം ചേർക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇത്രയാണ് എടുക്കുന്നത്. ഒക്കെ കഴുകി നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ കൊത്തി എടുത്തിട്ട് ആണ് നമ്മളിത് അരിഞ്ഞെടുക്കാൻ നല്ലത്. അതിങ്ങനെ അരിഞ്ഞു കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ചെറുപയറാണ് ഇതിലേക്ക്. ഇത് ഒറ്റയ്ക്ക് ആയിട്ട് ഉണ്ടാക്കും ചെയ്യാം, അല്ലെങ്കിൽ ചെറുപയർ, വൻപയർ ഒക്കെ ഇട്ട് ഉണ്ടാക്കാൻ രസമാണിത്. ഏതാ അതൊക്കെ ഇവിടെ അരിഞ്ഞെടുത്തത്. നമുക്ക് ലേശം വെളിച്ചെണ്ണയൊക്കെ അതിലും ലേശാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ നമുക്കൊരു നൂല് ഉണ്ടാവും അതിന് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും ഇങ്ങനെ തിരുമ്പി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നൂല്, അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞ് അത് വൃത്തിയാക്കി വെക്കാം. ഒക്കെ ഇനിയിപ്പോൾ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത ചെറുപയർ, പിന്നെ ഇതൊക്കെ റെഡിയാക്കി വെച്ചതുണ്ട്. തേങ്ങ, ചെറിയ ഉള്ളി, പച്ചമുളക്. ഇത് നമുക്ക് ചതയ്ക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചതച്ച് വെക്കുകയാണ്. എന്നാൽ പിന്നെ ഓരോന്നും അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാലോ. ചെറുപയർ നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെക്കും ആദ്യം. അതും വേവിച്ച് വെക്കുകയാണ്. ഒരൊറ്റ വിസിൽ മതി, അധികം വേവാതെ. ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ചേർക്കുന്നുണ്ട് നമുക്ക് ചതയ്ക്കാനുള്ളതിലേക്ക്. ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും തട്ടിച്ച് അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത്, ഇനി വറ്റൽമുളക് അത് ചേർക്കാം. താളിക്കുന്ന ഇതിലേക്കാണ്. ഇതിപ്പോൾ നമുക്ക് ചേരുവകളൊക്കെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പല സ്ഥലത്തും പല രീതിയിലുള്ള ചേരുവകളൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആ ചേരുവകളാണ് ഇത് ഇങ്ങനെ താളിക്കാൻ. കറിവേപ്പില, മറ്റു ചേരുവകളൊക്കെ ഓരോരോ സൗകര്യം പോലെയൊക്കെ ഓരോരുത്തർക്കും ചേർക്കാമല്ലോ. ഇനിയിപ്പോൾ നമ്മൾ
അരിഞ്ഞു വെച്ച വാഴക്കൂമ്പ് അത് ചേർത്ത് നല്ല പോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 5 മിനിറ്റ് എന്തായാലും വേണം, വേവട്ടെ. വെള്ളമൊന്നും ചേർക്കണ്ടല്ലോ. ഇതാ അപ്പോൾ അത് അതിൽ തന്നെ ഉണ്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതാ ചതച്ച് വെച്ചു കേട്ടോ, നമ്മൾ നേരത്തെ ആ ചേരുവകളൊക്കെ ഒന്ന് ചതച്ച് വെച്ചു, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ അത് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇതിൽ ചേർക്കാണ് വേണ്ടത്. അത് ചെയ്യാം. ഇതാ ഈ ഒരു പാകത്തിന് വെള്ളം കൂറ്റി കളഞ്ഞ് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി അത് നല്ല പോലെ ഒന്നുകൊണ്ട് ചേർത്ത് ഇളക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഈ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് എല്ലാം ഒന്ന് ഇളകി ഒക്കെ ചേർന്ന് നല്ല പോലെ ഉണ്ട് വെന്ത് വന്നു. ഇതിന് എല്ലാം കൂടി ചേർന്നിട്ട് അപ്പോൾ നമ്മൾ തോരൻ, വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പം ഇന്നിതാ പപ്പായി ചേമ്പും കൂടി പുളിങ്കറിയാണ്, അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. അതിന് തന്നെ ഇതാ ഇനി നമ്മൾ ഊണഴിക്കായി, നമുക്ക് സമയമായി. നമ്മളെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ വാഴക്കൂമ്പ് ചെറുപയർ തോരൻ തന്നെയാണ്. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ, തനി നാടൻ. നമുക്ക് ഈ കറിയൊക്കെ കണ്ടു കൊടുക്കാം. ഇത് രസമുള്ള കറിയാണ്, നല്ല നാടൻ കറിയാണ്. ഇത് നാടൻ ചേരുവകൾ തന്നെയാണ് ഇതിൽ ചേർത്തതൊക്കെ. പിന്നെ ഇപ്പം ഇന്ന് തേങ്ങാ ചമ്മന്തി ഉണ്ട്, അതും കൂടി ആയപ്പോൾ വിശേഷമായി. പപ്പടം കാച്ചിയത്, തോരനും നോക്കാം. അടിപൊളി ടേസ്റ്റ്. ഈ കറിക്ക് നമുക്കൊരു മോര്, പച്ചമോര് ഉണ്ടെങ്കിൽ അടിപൊളി. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.